CSEB എക്സാം കോഓപ്പറേഷന്റെ 7ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് ഇന്ത്യയിലെയും കേരളത്തിലെയും ആണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും. ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ mainly divided into two: credit cooperative societies and non-credit cooperative societies. ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെന്നും നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെന്നും. ഇനി ഈ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും. അതായത് സൊസൈറ്റികളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കുന്നു: ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും. അതായത് വായ്പകൾ കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെന്നും അല്ലെങ്കിൽ വായ്പേതര സഹകരണ സംഘങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കുന്നു. പിന്നെ ഈ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെന്നും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും. ഇതാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു ടു: അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. അതായത് കാർഷിക വായ്പകൾ കൊടുക്കുന്ന സഹകരണ സംഘങ്ങളെ ആണെങ്കിൽ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെന്നും ലോങ് ടേം ലോൺ കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെന്നും. നമുക്കറിയാം, ലോണുകളെ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: ഷോർട്ട് ടേം ലോൺ, മീഡിയം ടേം ലോൺ, ലോങ് ടേം ലോൺ. ഇതൊക്കെയാണ് ഷോർട്ട് ടേം ലോൺ, മീഡിയം ടേം ലോൺ, ലോങ് ടേം ലോൺ എന്നിങ്ങനെ ലോണുകളെ പൊതുവെ മൂന്നായിട്ട് തിരിക്കുന്നു. ഷോർട്ട് ടേം ലോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം റീപേയ്മെന്റ് പീരീഡ് 1 വർഷം, അല്ലെങ്കിൽ ചില ബാങ്കുകൾ 1.5 വർഷം, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1.5 വർഷം വരെ കാലാവധിയുള്ള ലോണുകളെ ഷോർട്ട് ടേം ലോൺ എന്നും, ഈ 1 മുതൽ 3 അല്ലെങ്കിൽ മാക്സിമം 5 വർഷം വരെയാണെങ്കിൽ അതിനെ മീഡിയം ടേം ലോൺ എന്ന് പറയപ്പെടുന്നു. അതിൽ കൂടുതൽ കാലാവധിക്കുള്ളതിനെ ലോങ് ടേം ലോൺ എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ലോണുകളെ നമുക്ക് മൂന്നായി തിരിക്കാം: ഷോർട്ട് ടേം ലോൺ, മീഡിയം ടേം ലോൺ, ലോങ് ടേം ലോൺ. അതില് ഈ ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കുന്ന ബാങ്കുകളുടെ സ്ട്രക്ചർ എന്ന് പറയുന്ന 3 ടയർ ആണ്. ഇതാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു: ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളെന്നും ലോങ് ടൈം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളെന്നും രണ്ടായിട്ട് തിരിക്കാം. ഈ ഷോർട്ട് ടേം മീഡിയം ടൈം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളുടെ സ്ട്രക്ചർ 3 ടയർ. ടോപ്പില് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മിഡിലിൽ ഡിസ്ട്രിക്ട് ഓർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ബോട്ടം ലെവലില് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ. ഇതാണ് ഷോർട്ട് ടേം മീഡിയം ടൈം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളുടെ സ്ട്രക്ചർ 3 ടയർ. ടോപ്പില് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതിന് താഴെയായിട്ടാണെങ്കിൽ ഡിസ്ട്രിക്ട് ഓർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഏറ്റവും ബോട്ടം ലെവലിലാണെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത് 2 ടയർ ആണ്. അറിയാമല്ലോ, കേരളത്തിലാണെങ്കിൽ 2 ടയർ ആണ് ഷോർട്ട് ടേം മീഡിയം ടൈം ലോൺ കൊടുക്കുന്ന ബാങ്കുകളുടെ സ്ട്രക്ചർ. കേരളത്തിൽ 2 ടയർ ആണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ 3 ടയറുമാണ്. 3 ടയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടമില് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അതിനു മുകളിലായിട്ടാണ് ഈ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഏറ്റവും ടോപ്പിലാണെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 2 ടയർ ആണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് കൂടെ ചേർന്ന് കേരള ബാങ്കായി. ഇതിന് ടോപ്പിൽ കേരള ബാങ്ക്, ബോട്ടമില് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. കേരളത്തില് ഇതിന്റെ ഷോർട്ട് ടേം മീഡിയം ടൈം ലോൺ കൊടുക്കുന്ന ബാങ്കുകളുടെ സ്ട്രക്ചർ എത്ര ടയർ ആണെന്ന് ചോദിച്ചാൽ 2 ടയർ ആണ്. ടോപ്പില് കേരള ബാങ്ക്, അതിന് താഴെയായിട്ടാണെങ്കിൽ
പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ. ക്ലിയർ ആയല്ലോ? ഇനി മറ്റൊന്നാണ് ലോങ് ടൈം ലോൺ. ലോങ് ടൈം ലോൺ കൊടുക്കുന്ന ബാങ്കുകളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ 2 ടയർ ആണ്. ഇതാണ് ലോങ് ടൈം ലോൺ കൊടുക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ടയർ ആണ്. ടോപ്പില് അല്ലെങ്കിൽ ഈ ബാങ്കുകളെ പൊതുവെ ആണെങ്കിൽ കാർഡ് ബാങ്ക് എന്നാണ് പറയപ്പെടുന്നത്. CARDB, കാർഡ് ബാങ്ക് എന്നാണ് പറയപ്പെടുന്നത്. കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് പറയപ്പെടുന്നത്, കാർഡ് ബാങ്ക്. ഈ ബാങ്കുകളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ് ടൈം ലോൺ കൊടുക്കുന്ന ബാങ്കുകളുടെ സ്ട്രക്ചർ 2 ടയർ ആണ്. ടോപ്പില് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതാണ് സ്റ്റേറ്റ് ലെവലില് അല്ലെങ്കിൽ ടോപ്പ് ലെവലില് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ബോട്ടം ലെവലില് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഒരു ലോങ് ടൈം ലോൺ കൊടുക്കുന്ന ബാങ്കുകളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ടയർ ആണ്. ടോപ്പില് സ്റ്റേറ്റ് കാർഡ് ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ബോട്ടമില് P കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അറിയാമല്ലോ, അഗ്രികൾച്ചറൽ, അതായത് ക്രെഡിറ്റ് സൊസൈറ്റികളെ 2 ആയിട്ട് തിരിക്കുന്നു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നും. ഇതില് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അതിനെ തന്നെ 2 ആയിട്ട് തിരിക്കുന്നു. ഷോർട്ട് ടേം മീഡിയം ടൈം ലോൺ കൊടുക്കുന്ന കോപ്പറേറ്റീവ്സ് എന്നും ലോങ് ടൈം ലോൺ കൊടുക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നും. ഷോർട്ട് ടേം മീഡിയം ടൈം ലോൺ കൊടുക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്ട്രക്ചർ 3 ടയർ. ടോപ്പില് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, മിഡില് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, ബോട്ടമില് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. എന്നാൽ കേരളത്തിൽ ഇതിന്റെ സ്ട്രക്ചർ 2 ടയർ ആണ്. ടോപ്പില് കേരള ബാങ്ക്, ബോട്ടമില് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ സൊസൈറ്റികളാണ്. ഈ സ്ഥാപനങ്ങളുടെ നാഷണൽ ലെവൽ എന്ന് പറയുന്നത് RBI ആണ്. ഇനി മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞത് ലോങ് ടൈം ലോൺ കൊടുക്കുന്ന ബാങ്കുകൾ. അതിന്റെ സ്ട്രക്ചർ 2 ടയർ ആണ്. ടോപ്പില് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ബോട്ടമില് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഈ ബാങ്കുകളുടെ നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷൻ ആണ് നബാർഡ്. നമുക്ക് ഇതിനെ കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എന്ന് പറഞ്ഞാൽ കാർഷികേതര. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, കാർഷികേതര വായ്പകൾ കൊടുക്കുന്ന സൊസൈറ്റികൾ. അതാണ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ കൃഷിക്കല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണുകളും മറ്റും കൊടുക്കുന്ന സൊസൈറ്റികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി പറഞ്ഞാൽ കാർഷികേതര വായ്പകൾ കൊടുക്കുന്ന സംഘങ്ങൾ, സൊസൈറ്റികൾ. അതിന് എക്സാമ്പിൾ ആണ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അല്ലെങ്കിൽ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അർബൻ ബാങ്കുകൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. കാരണം ഇപ്പം ഈ സൊസൈറ്റികൾ എന്ന് പറയുന്നത് കൃഷിക്കല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കാണ് പൊതുവിൽ ലോൺ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സൊസൈറ്റികളെയാണ് എന്ത് പറയുന്നത്? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്ന് പറയുന്നു. കാർഷികേതര വായ്പ കൊടുക്കുന്ന സംഘങ്ങൾ. അതിന് ഉദാഹരണമാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, അതുപോലെ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതുപോലെ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഒരു ക്രെഡിറ്റ് സൊസൈറ്റി എന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ക്രെഡിറ്റ് സൊസൈറ്റികൾ കഴിഞ്ഞു. ക്രെഡിറ്റ് സൊസൈറ്റി അറിയാമല്ലോ, മനസ്സിലായല്ലോ. ക്രെഡിറ്റ് സൊസൈറ്റിയെ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ്, നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ്. ഇനി മറ്റൊന്നാണ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വായ്പ കൊടുക്കാതുള്ള സൊസൈറ്റികൾ, വായ്പേതര കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നു. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെ തന്നെ വീണ്ടും 2 ആയിട്ട് തിരിക്കാം. അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നും നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നും. ഇതാണ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെ 2 ആയിട്ട് തിരിക്കുന്നു. അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നും നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നോൺ ക്രെഡിറ്റിനെ 2 ആയിട്ട് തിരിക്കുന്നു.
ഒന്നാമത്തെ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കൃഷിയെ സഹായിക്കുന്നു അല്ലെങ്കിൽ കൃഷിക്കാരെ സഹായിക്കുന്ന സൊസൈറ്റികളാണ്. പക്ഷേ കൃഷിക്കാർക്ക് ലോൺ കൊടുത്തല്ല, അല്ല മറ്റു രീതിയിൽ കൃഷിക്കാരെ സഹായിക്കുന്നു. അതാണ് അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. കൃഷിക്കാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സൊസൈറ്റികളാണ്, പക്ഷേ കൃഷിക്കാർക്കാണെങ്കിൽ ലോൺ കൊടുത്തല്ല മറ്റു രീതിയിൽ അവരെ സഹായിക്കുന്നു. അതിന് ഉദാഹരണമാണ് ഇപ്പൊ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികള്, അതുപോലെ ഫാമിംഗ് സൊസൈറ്റികള്, പ്രോസസിംഗ് സൊസൈറ്റികള് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഇതാണ് അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് ലോൺ അല്ലാതെ മറ്റു രീതിയിൽ കൃഷിക്കാരെ സഹായിക്കുന്നു. അതിന് എക്സാമ്പിൾ ആണ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അറിയാമല്ലോ, കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉയർന്ന വിലയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്ന സൊസൈറ്റികൾ, അതുപോലെ തന്നെ ഫാമിംഗ് സൊസൈറ്റികൾ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഇനി അടുത്ത ഒന്നാണ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. എന്താണ്? കാർഷികേതര വായ്പേതര സംഘങ്ങള്, നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഇതിന് ഉദാഹരണമാണ് എന്താണ്? നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഇപ്പൊ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികള്, അതുപോലെ തന്നെ കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികള്, വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഇതാണ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഉദാഹരണമാണ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികള്, അതല്ലെന്നുണ്ടെങ്കിൽ വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികള്, കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സെട്ര ആർ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ എത്രയും പറയാം. അതായത് നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ, സ്ട്രക്ചർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഘടന. പൊതുവിലാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും. ക്ലിയർ ആയല്ലോ? ക്രെഡിറ്റ് സൊസൈറ്റികളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു, ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളെന്നും ലോങ് ടേം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളെന്നും. ഇതില് ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികൾ സ്ട്രക്ചർ കേരളത്തിൽ 2 ടയറും മറ്റ് സ്റ്റേറ്റുകളിൽ 3 ടയർ ആണ്. 3 ടയർ എന്ന് പറഞ്ഞാൽ ടോപ്പില് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മിഡില് ഡിസ്ട്രിക്ട് ഓർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ബോട്ടമില് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഇനി കേരളത്തിലാണെങ്കിൽ 2 ടയർ ആണ്, ടോപ്പില് കേരള ബാങ്ക്, ബോട്ടമില് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഇനി ലോങ് ടേം ലോണിന്റെ സ്ട്രക്ചർ, ബാങ്കുകളുടെ സ്ട്രക്ചർ 2 ടയർ ആണ്, ടോപ്പില് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും, ബോട്ടമില് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇനി അടുത്തതെന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, കാർഷികേതര വായ്പകൾ കൊടുക്കുന്ന സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ കാർഷികേതര വായ്പകൾ കൊടുക്കുന്ന സൊസൈറ്റികൾ എക്സാമ്പിൾ ആണ്. ഇതൊക്കെയാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകള്, അതുപോലെ തന്നെ എംപ്ലോയീസ് സൊസൈറ്റികള്, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു ഭാഗമാണ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. നോൺ ക്രെഡിറ്റിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു, അഗ്രികൾച്ചർ നോൺ ക്രെഡിറ്റ് എന്നും നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നും. അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഉദാഹരണമാണ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഫാമിംഗ് സൊസൈറ്റികൾ തുടങ്ങിയവ. ഇനി നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ഇതിന് എക്സാമ്പിൾ എന്ന് പറയപ്പെടുന്നതാണെങ്കിൽ കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അല്ലെന്നുണ്ടെങ്കിൽ വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ലൈക്ക് കൺസ്യൂമർ സൊസൈറ്റികൾ, ഇതെല്ലാം നോൺ അഗ്രികൾച്ചർ. അതായത് ഈ ആദ്യത്തെ 3 വിഭാഗത്തിൽ പെടാത്ത മിക്കവാറും സൊസൈറ്റികളൊക്കെ ഇതിൽ വരുന്നു നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഇങ്ങനെ നമുക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പൊതുവെ ഈ രീതിയിൽ കൂടെ തരംതിരിക്കാവുന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്ന വിവിധ തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ്. അതായത് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഏരിയ ഓപ്പറേഷൻ, അതുപോലെ തന്നെ മാനേജ്മെന്റ്, വർക്കിംഗ്, അതുപോലെ തന്നെ അതിനെ കുറിച്ചുള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ,
ഇങ്ങനെ വിവിധ കാര്യങ്ങൾ, വിവിധ തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, എന്നാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ഇത് രൂപീകരിച്ചത്, അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റിന്റെ പ്രത്യേകതകൾ, അതുപോലെ പ്രവർത്തനം, അതുപോലെ തന്നെ ബോറോയിങ് പവർ, ഇങ്ങനെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെ കുറിച്ച്, വിവിധ തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ് ഈ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമുക്കാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓരോന്നിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.